മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം യർമൂക്കിന്റെ പടക്കളം സജീവമായപ്പോൾ, യർമൂക്കിന്റെ യുദ്ധങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചപ്പോൾ, യുദ്ധം ആരവങ്ങൾ അടങ്ങിയപ്പോൾ, തന്റെ കൂട്ടുകാർ മുഴുവനും തിരിച്ചു മദീനയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഖാലിദ് യർമൂക്കിന്റെ പടക്കളത്തിൽ നിന്ന് പോരുന്നില്ല. ചങ്ങാതിമാര് പോയിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചുവത്രേ, മോനെ ഖാലിദേ, യുദ്ധത്തിന്റെ ആരവങ്ങൾ അടങ്ങിയിട്ടും ഖാലിദ് ഞങ്ങളെ കൂടെ തിരിച്ചു പോരുന്നില്ല? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവത്രേ, കൂട്ടുകാരെ, ഞാൻ ഈ യർമൂക്കിന്റെ പടക്കളത്തിലേക്ക് വരുമ്പോ എന്റെ തലയിൽ ഒരു തൊപ്പി ധരിച്ചിരുന്നു. ആ തൊപ്പി യുദ്ധക്കളത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ തൊപ്പി എനിക്ക് കിട്ടാതെ ഈ യുദ്ധക്കളം വിട്ട് ഞാൻ വീട്ടിലേക്കില്ല. കൂട്ടുകാര് പറഞ്ഞു അത് കുതിരയുടെ കുളമ്പടികൾ കൊണ്ടിട്ട് മണ്ണിന്റെ അടിയിലേക്ക് ആണ്ടുപോയിട്ടുണ്ടാകും. ഇനി അത് കിട്ടിയാൽ തന്നെ അത് ഉപയോഗശൂന്യമല്ലല്ലോ ഖാലിദേ, ഓരോ ഞങ്ങളെ കൂടെ നമുക്ക് നാട്ടിലേക്ക് പോകാം. കൂട്ടുകാര് വിളിച്ചു, നിർബന്ധിപ്പിച്ചു, എന്നിട്ടും ഖാലിദ് പോരുന്നില്ല. അദ്ദേഹം തന്റെ തൊപ്പി തലയുകയാണ്. അത് കണ്ടിട്ട് ചങ്ങാതിമാരും കൂട്ടുകാരും കൂടെയിട്ട് ഖാലിദിന്റെ കൂടെ റളിയല്ലാഹു അൻഹു തങ്ങളോടുകൂടെ തൊപ്പി തിരയാൻ തുടങ്ങുകയാ. അവസാനം തിരഞ്ഞ് മണ്ണിന്റെ അടിയിൽ ആണ്ടുപോയ തൊപ്പി തന്റെ കൂട്ടുകാരിന് ലഭിക്കുകയാണ്. ആ തൊപ്പിയുമായിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നൽകിയപ്പോൾ അഖദഹാ വഖബ്ബലഹാ, ആ തൊപ്പി തന്റെ കയ്യിൽ മേടിച്ചുകൊണ്ട് ഖാലിദ് അങ്ങോട്ട് മുത്തം കൊടുക്കുകയാ. വഖബ്ബലഹാ, ആ തൊപ്പിയിലേക്ക് ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് അറിയുന്നില്ല ഈ തൊപ്പിയും ഖാലിദും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അവർ അത്ഭുതത്തോടുകൂടെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ തൊപ്പി എങ്ങോട്ട് പൊളിക്കുകയാ. അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഖാലിദിന്റെ തൊപ്പിയുടെ ഉള്ളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുടിക്കഷ്ണം പിടിപ്പിച്ചിരിക്കുകയാണ്. ആ തൊപ്പിയെ പറ്റിയാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് മശായിഖന്മാരിൽപ്പെട്ട മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദും മശായിഖന്മാരിൽപ്പെട്ട ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കിതാബ് ശിഫ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. വലം യശ്ഹദ് ബിഹാ കിതാബൻ ഇല്ലാ റുസിഖൻ നസ്റാ. ആ തൊപ്പി ധരിച്ചിട്ട് ഖാലിദ് ബിൻ വലീദ് പങ്കെടുത്ത ഒരു യുദ്ധത്തിലും ഇന്നവരെ ഖാലിദ് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. കൂട്ടുകാർക്ക് ബോധ്യപ്പെട്ടു ഖാലിദും ആ തൊപ്പിയുമായിട്ടുള്ള ബന്ധം. ആ തൊപ്പി ധരിച്ചിട്ട് ഖാലിദ് പങ്കെടുത്ത ഒരു യുദ്ധത്തിലും ഇന്നവരെ ഖാലിദ് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ബിബറകത്തി ശഅറാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ ബറക്കത്ത് കൊണ്ട് ഖാലിദ് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ജീവിതത്തിലുടനീളം സ്വഹാബ അവരുടെ ജീവിതത്തിലുടനീളം നടന്ന ബറക്കത്തുകൾ വളരെ വലുതാണ് കേട്ടോ. ആ ബറക്കത്താണ് നമുക്ക് വേണ്ടത്. ആ ബറക്കത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം വേണ്ടത്. ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയല്ല.